വയനാട് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ അനിശ്ചിതകാല കുടിൽകെട്ടി സമരം 15 ദിവസം പിന്നിട്ടു. തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക, 20 വർഷത്തെ ബോണസ് നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം. സംഭവത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടതോടെ സമരക്കാരും ഉടമയും ലേബർ കമ്മീഷനുമായി ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് മാസങ്ങളായി പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. 4 മാസത്തെ ശമ്പളം കുടിശ്ശികയായുണ്ട്. ബോണസ്, വിരമിച്ച തൊഴിലാളികൾക്കുള്ള ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതുവരെയും നൽകിയിട്ടില്ല. തൊഴിലാളികളിൽ നിന്ന് വർഷങ്ങളായി തുക പിടിക്കുന്നുണ്ടെങ്കിലും ഇത് PF അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടില്ല. ഇതോടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കാത്ത സ്ഥിതിയാണ്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ കുടിൽകെട്ടൽ സമരം ആരംഭിച്ചത്. 133ഓളം വരുന്ന തൊഴിലാളികൾ പിരിഞ്ഞിട്ട് അവർക്ക് ഗ്രാറ്റുവിറ്റി നൽകിയിട്ടില്ല. ഏകദേശം 3 കോടി രൂപയോളം ആ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുകയാണ്. കൂടാതെ 2 വർഷത്തെ ബോണസ്, 2 വർഷത്തെ ലീവ് വേജസ്, അതുപോലെ ശമ്പള കൂടിയ സമയത്തുണ്ടായിരുന്ന അരിയേഴ്സ് തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ തൊഴിലാളിക്ക് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പാടികൾ, തൊഴിലാളി താമസിക്കുന്ന ഇലയങ്ങളൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന പാടികളിലാണ് ആ തൊഴിലാളികൾ താമസിക്കുന്നത്. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തിട്ടും പ്രശ്നത്തിൽ ആരും ഇടപെടുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. പുൽപ്പാറ, പെരുന്തട്ട നമ്പർ 1, നമ്പർ 2 ഡിവിഷനുകളിലായി 200ഓളം തൊഴിലാളികളാണ് നിലവിലുള്ളത്. ഈ സമരത്തെ ഗൗനിക്കാതെ നിങ്ങൾ നിങ്ങളുടെ മറ്റ് ബിസിനസ്സുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇവിടെ ഈ എസ്റ്റേറ്റിനകത്ത് ഇത്രയും കാലം പണിയെടുത്ത തൊഴിലാളികൾ, അവരെ ഈ പൊതുസമൂഹം അവരെ മുൻനിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കേണ്ടി വരും. ഈ എസ്റ്റേറ്റിനകത്ത് ഇത്രയും കാലം പണിയെടുത്ത തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള മാർഗം ഈ എസ്റ്റേറ്റിന്റെ അകത്തു നിന്ന് തന്നെ ഞങ്ങൾ കണ്ടെത്തുന്ന രീതിയിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. ലേബർ കമ്മീഷൻ വിളിച്ച ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ തുടർ സമരത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 വയനാട്.